കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോമിൽ 17-കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ സ്വദേശിയായ കുട്ടി ഒറ്റയ്ക്കാണ് മുറിയിൽ താമസിച്ചിരുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് വെള്ളിമാടുകുന്നുള്ള ജുവനൽ ജസ്റ്റിസ് ബോർഡിന്റെ കെയർ ഹോമിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് റൂമിനുള്ളിൽ പാലിൽ കെട്ടി തൂങ്ങിയ നിലയിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ അധികൃതർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള 17 വയസ്സുകാരനാണ് മരിച്ചിട്ടുള്ളത്. ഈ മാസം 5-ാം തീയതിയായിരുന്നു കണ്ണൂരിൽ ചെയ്ത കണ്ണൂരിലുണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ കെയർ ഹോമിൽ എത്തിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ കുറെ ദിവസമായി ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു റൂമിൽ താമസിച്ചിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരും കൂടെ ഉണ്ടാകാത്തതിനാൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് വിവരം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നില്ല. അതിനുശേഷം അധികൃതർ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ഉച്ചയോടുകൂടി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. എന്താണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ചേവായൂർ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.